ഹായ് കൂട്ടുകാരെ, വീട്ടുമുറ്റം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 12 കർക്കിടവാവ്. രാവിലെ 3 മണിക്കെല്ലാം എണീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പം ഏകദേശം 3:30 ഇപ്പം തന്നെ വേഗം തന്നെ മാറ്റിയിട്ട് പുറപ്പെടാമെന്നാണ് കരുതുന്നത്. ഞാൻ രാവിലെ എണീച്ച് വന്ന് എപ്പം നോക്കും വെയിറ്റെല്ലാം എവിടെയും തടിയെല്ലാം കുറഞ്ഞിട്ടുണ്ടോയെന്ന്. പക്ഷേ എവിടെയെല്ലാം കുറച്ചെല്ലാം കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഉണ്ട്. അങ്ങനെ നമ്മൾ മാറ്റിയെല്ലാം ചെയ്ത് പിന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് 2 തോർത്ത് മാത്രം എടുക്കും. നമുക്ക് കർമ്മം ചെയ്യുമ്പോൾ മേലെ ഉടുത്തിട്ട് ചെയ്യാനുള്ള തോർത്താണ് എടുക്കൽ, വേറെ ഒന്നും എടുക്കലില്ല. കാരണം നമുക്കതെല്ലാം ബാഗെല്ലാം എടുത്തിട്ടുണ്ട്, അതെടുത്ത് നമ്മൾ കടലിലേക്ക് നമ്മൾ കർമ്മം ചെയ്ത് പിണ്ടങ്ങൾ കടലിലേക്ക് ഒഴുക്കാൻ പോകുമ്പോൾ നമ്മൾ ബാഗും കൊണ്ട് ബുദ്ധിമുട്ടൊന്നായിട്ട് അങ്ങനത്തെ ഒന്നും എടുക്കലില്ല. പിന്നെ ഞാനും ഏട്ടൻ്റെ ഏച്ചീൻ്റെ മോളും കൂടിയാണ് പോകുന്നത്. ഇപ്പം വീട്ടിൽ നിന്ന് മക്കളെല്ലാം ഉറക്കാന്ന്. ഒരാളെ എണീപ്പിച്ചിട്ട് പറഞ്ഞു വാതിൽ പൂട്ടിക്കൊള്ളുന്നെന്ന്. ആദ്യം നമ്മൾ കരുതി പുറത്തുനിന്ന് പൂട്ടാന്ന്. പക്ഷേ എനിക്കെന്തോ ഒരു ധൈര്യക്കുറവ്. ആരെങ്കിലും ഒരാളോട് പറയണമല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന്. അതുകൊണ്ട് മോളെ എണീപ്പിച്ചിട്ട് മോളോട് പറഞ്ഞു പൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാം പുറപ്പെട്ട് ഏച്ചീൻ്റെ മോളെയും കൂട്ടി നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങ് പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ റോട്ടിനെല്ലാം അത്യാവശ്യം നല്ല ആളെല്ലാം ഉണ്ട്, വാഹനമെല്ലാം ഓടുന്നുണ്ട്. ഇപ്പോൾ ഒരു 3:45 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ 4 മണിയായിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അന്നേരം തന്നെ അവിടെ എത്തുമ്പോൾ നല്ല വണ്ടി പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും തിരക്കായിരുന്നു ഉണ്ടായത്. എല്ലാ വർഷവും എനിക്ക് എന്തോ ദൈവം അനുഗ്രഹിച്ചിട്ട് എൻ്റെ അമ്മയ്ക്കും അച്ഛനും കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടലുണ്ട്. ഈ പ്രാവശ്യം ഞാൻ കരുതി എന്തായാലും മുടങ്ങി പോകുന്നു. പക്ഷേ ദൈവ അനുഗ്രഹം കൊണ്ടു അവരെ അനുഗ്രഹം കൊണ്ടു എനിക്ക് ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റി. ഇത് നമ്മൾ പുലർച്ചെ പോയിട്ട് ചെയ്യുമ്പോഴുള്ളൊരു അവിടുത്തെ ഈ അനുഭൂതി ഇല്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്താ പറയണ്ടേ, അത്രയും ഒരു ഇതാണ്. എല്ലാവരും ഇത്രയും നമ്മൾ ഒരു ഇതിന് വേണ്ടി എത്രയാളാണ് പുലർച്ചെ തന്നെ എത്തുന്നത്. ഇന്ന് നമ്മൾ എത്തുമ്പം തന്നെ 4 മണി കൃത്യം 4 മണിയാകുമ്പോഴത്തേക്ക് എത്തിന്. അങ്ങനെ ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി. കുറേ സ്ഥലത്തും കുറേ മുന്നോട്ടെത്തി ഓടിച്ച് പോയിട്ടാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യം കിട്ടിയത്. എന്നാലും സാരമില്ല, നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ, അത് തന്നെ ഒരു മഹാഭാഗ്യമല്ലേ. നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് പുറപ്പെടുമ്പോഴത്തേക്കാണ് 5:30 ആയിട്ടുണ്ട്. നമ്മൾ പോയ പാടുള്ള ഇതിൽ നമുക്ക് കയറാൻ പറ്റിയില്ല, അത് തുടങ്ങാനായ ഏകദേശം അതിന്. അത് കഴിഞ്ഞതിന് ശേഷം 2ാമത്തെ ഇതിലാണ്. പക്ഷേ എല്ലാവരും ഒരുപാട് ആളെ ഒപ്പരം ഇരുത്തിയിട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ ഒരു മുഷ്ടലായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ നമ്മൾ കടലിലേക്കെല്ലാം ഒഴുക്കി. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല, ബാക്കി കുറച്ച് ഭാഗങ്ങളെ എടുത്തുള്ളൂ. ഇപ്പം തന്നെ ഏകദേശം 6 മണിയോളമായി. നല്ല കുറച്ചെല്ലാം വെളിച്ചം വരാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി മാമോൻ എണീച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല. ഫോൺ വിളിയൊന്നും വന്നിട്ടില്ല. മോൻ കരയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തലേന്ന് ഞാൻ പറഞ്ഞു മോനോട്, ഇങ്ങനെ അമ്മ രാവിലെ പോവും, മോൻ കരയരുത്, ഏച്ചിമാരോടത്ത് നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ നമ്മൾ വീട്ടിലെത്തി സോളാർ വെക്കുന്നുണ്ട്, അതിൻ്റെ പണിക്കാരും വന്നിട്ടുണ്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം ആക്കി കുറച്ച് ചെറിയ രീതിയിലാണ് ഇപ്രാവശ്യം ആക്കി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.